എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു എഗ് റോൾ ആണ്. ഈവനിങ് ചായക്കൊപ്പോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലേക്കൊക്കെ ആണെങ്കിലും കൊടുത്തേക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോൾ ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു എഗ് റോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. ഈ ഒരു മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പൊടി വേണമെങ്കിൽ എടുക്കാനാണ് കേട്ടോ. കറക്റ്റ് ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദ തന്നെ എടുക്കണമെന്നുള്ളൂ. ഇനി ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാനാണ്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. സാധാ നോർമൽ വാട്ടർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാകത്തിന് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഓയിൽ ഇതുപോലെ കയ്യിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക ഒരു 5 മിനിറ്റോളം. ഇത് കണ്ടില്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേണം നമ്മൾ മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാവും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മാവിൽ നിന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു മാവ് ഇപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഏകദേശം ഒരേ വലുപ്പത്തിൽ ഒരു 6 ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ബോൾസാക്കി ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ 6 ബോൾസാക്കി ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 6 റോളാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇപ്പം നമ്മൾ പരത്താൻ എടുക്കുന്ന ഒരു മാവ് എടുത്തിട്ട് ബാക്കിയിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്ന് ഉണങ്ങിപ്പോവും. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്കോ ഇതുപോലെ നമുക്ക് കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കാം. അത്യാവശ്യം നൈസായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൊടി ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് പരത്തിയിട്ടെടുക്കാവുന്നതാണ്. അത്യാവശ്യം നൈസായിട്ട് തന്നെ വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നൈസായിട്ട് ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് മൈദയും കൂടെ നമ്മൾ ഇതുപോലെ തൂക്കിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. ഇനി ഒരു മാവിൻ്റെ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ നമുക്ക് മടക്കി ഒന്ന് എടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് മടക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വളരെ കുറച്ച് മാത്രം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് മൈദ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊന്ന് മടക്കി ഈ ഒരു അറ്റം ഇതിൻ്റെ ഉള്ളിലേക്കാക്കി ഇതുപോലൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഉള്ളിൽ നല്ല ലെയറുകൾ വന്ന് പൊറോട്ടയായിട്ട് നമുക്ക് ചുട്ടിട്ടെടുക്കണമെങ്കിൽ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തിട്ടെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ വെറുതെ നമുക്ക് പരത്തിയിട്ട് വേണമെങ്കിൽ ചുട്ടിട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ റോൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 5 മിനിറ്റ് മതി കേട്ടോ, അതിൽ കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം തന്നെ റെഡിയാക്കി ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ മുട്ടയാണ്. നമ്മൾ 6 റോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 മുട്ട തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. ഞാനിപ്പോൾ ഇതിൽ 4 കാണിക്കുന്നുള്ളൂ, പക്ഷേ ടോട്ടൽ 6 ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ മുട്ട നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞിട്ടെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു സവാള നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സവാള നിന്ന് ഞെരടി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ശേഷം ഒരു സവാളയുടെ ഒരു കട്ടിന്ന് കുറയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിരുമ്മിയിട്ടെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞൊന്ന് അരിഞ്ഞിട്ടെടുത്തിരിക്കുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ചെറിയ ക്യാപ്സിക്കം നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്തിരിക്കുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം ഒന്നും ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് മാത്രം ഇതിലേക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി അതിൻ്റെ കുരുവും വെള്ളവും എല്ലാം കളഞ്ഞതിന് ശേഷം ആ ഒരു കട്ടിയുള്ള ഒരു ഭാഗം മാത്രം ഇതുപോലെ നീളത്തിലൊന്ന് കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചിട്ടെടുത്താണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചാറ്റ് മസാല നിങ്ങളുടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ആണ്. ആദ്യം ഒരു 2 ടീസ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു പുളി നോക്കിയിട്ട് കുറച്ചും കൂടി വേണം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു സവാളയൊക്കെ ആദ്യം ഞെരടി എടുത്ത സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താണ്, അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക, ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുക കേട്ടോ. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചൊരു പുളിയുടെ കുറവും കൂടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നാരങ്ങാനീരൊക്കെ നമ്മൾ നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, ഒരുപാട് കൂടി പോയാലും ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ ഇതൊന്ന് ചുറ്റി വെച്ചിട്ടൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇതിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് തന്നെ പരത്തിയിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാൻ റൗണ്ടാക്കി ഈ ഒരു കട്ടിക്കൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടി കുറഞ്ഞ് ഇത് കണ്ടല്ലോ, ഈ ഒരു കട്ടിക്ക് വേണം നമ്മളൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടിട്ടെടുക്കാം. ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു സൈഡിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം ആ ഒരു സൈഡിൽ നിന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിലും കൂടി നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് കുക്കായി നമ്മുടെ എഗ് റോളിന് വേണ്ടിയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പൊറോട്ട നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അടിച്ചിട്ടെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ ചുട്ടെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു എഗ് റോളിന് ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ, അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്ന് ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഈ ഒരു മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മുട്ട ഫുള്ളായിട്ടങ്ങ് കുക്ക് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു പൊറോട്ട നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ആ ഒരു പൊറോട്ടയും മുട്ടയും നന്നായിട്ട് ഒട്ടിയിരിക്കണം, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ഒരു പൊറോട്ട അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ടയും കൂടെ വെച്ച് കൊടുത്ത് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം ഇതും അങ്ങ് പാനിൽ നിന്ന് എടുക്കാനാണ്. ഇതുപോലെ നമ്മളൊരു പൊറോട്ട മുട്ടയും വെച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് റോൾ ചെയ്തെടുക്കാനാണ്. റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിലോ ബട്ടർ പേപ്പറോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ റോൾ ചെയ്തിട്ട് നമുക്ക് കഴിക്കാനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു എഗ് പൊറോട്ട വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് മയോണൈസ് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു എഗ് റോളിൽ മയോണൈസ് തീർത്തും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ടൊമാറ്റോ കച്ചപ്പ് മാത്രം സ്പ്രെഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനാണ്. മയോണൈസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫില്ലിങ്ങിൽ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ റോളിൽ അത്യാവശ്യം നന്നായിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. എഗ് റോളൊക്കെ നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി അഥവാ ഇതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞാലും ഓവനിലോ അല്ലെങ്കിൽ പാനിലോ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളിത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് പൊറോട്ടയൊക്കെ റോൾ ചെയ്തിട്ട് എടുക്കുമോ അല്ലെങ്കിൽ ചപ്പാത്തി ആയിട്ട് ചുട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് റോൾ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ എഗ് റോൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക.
അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.